എവരിവൺ. സോ ഇന്ന് നമുക്ക് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എടുക്കുന്ന രീതിയിലായിരിക്കില്ല ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഡീൽ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ വായിച്ചിട്ട് മീനിങ് പറഞ്ഞ് അതിൻ്റെ പിക്ചറുകൾ കണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോവുക. അതുപോലെ ഓരോ ടോപ്പിക്കിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സെപ്പറേറ്റ് നോട്ട്സ് കഴിഞ്ഞ ചാപ്റ്ററുകൾക്കൊക്കെ നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബയോളജിയുടെ കേസിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇത് വേർഡ് ബൈ വേർഡ് ആയിട്ട് തന്നെ നോക്കുന്നതൊക്കെ ഇതിൻ്റെ ബാക്കി നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ നന്നായിട്ട് പഠിക്കാണ്ടായിരിക്കും. നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ബയോളജിയിലെ ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒന്നും ആലോചിക്കാനില്ല. കാരണം ബയോളജി എല്ലാവരും സ്കോർ ചെയ്ത് നമ്മൾ പിന്നിക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചില ടോപ്പിക്സൊക്കെ നമ്മൾ ചിലപ്പോൾ ടോട്ടലായിട്ട് അല്ലെങ്കിൽ എൻ്റെ മൊത്തം സമ്മറി പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ പാരഗ്രാഫ് വായിച്ച് മീനിങ് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. നിങ്ങൾ സാധാരണ എങ്ങനെ ഇരിക്കാറുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ടെക്സ്റ്റ് ബുക്ക് വേണം. ഞാൻ പാരഗ്രാഫ് വായിക്കുമ്പോൾ സാധാരണ ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് ശ്രദ്ധിച്ചിരിക്കാറില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ശ്രദ്ധിക്കുക. ബുക്കിൻ്റെ ഇത് വായിക്കുക. വേറെ ആരും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് ബയോളജിയുടെ കേസിൽ ഉറപ്പിക്കാൻ പറ്റില്ല. മറ്റൊരിതൊക്കെ നമുക്ക് അറിയുന്ന തന്നെ ടോപ്പിക്കിൽ നിന്ന് ആ മോഡൽ ക്വസ്റ്റ്യൻ വരാം, ഈ മോഡൽ ക്വസ്റ്റ്യൻ വരാം. ബയോളജി നിങ്ങൾക്ക് അറിയാലോ, കണ്ടന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ കണ്ടന്റ് എങ്ങനെയും ചോദിക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ എക്സാമിന് പോയി കഴിഞ്ഞാൽ പല ടോപ്പിക്കും നമ്മൾ കാണാത്ത പോലെയോ, കാരണം കുറേ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പിന്നെയും ബാക്കിയുണ്ടാവും. അതാണ് ബയോളജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ വായിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. മീനിങ് പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫസ്റ്റ് ചാപ്റ്റർ, ലൈഫ് പ്രോസസ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ഓർഗാനിസങ്ങളുണ്ട് അല്ലേ, അല്ലെങ്കിൽ രണ്ട് തരം ഫാക്ടറികളായിട്ട് നമുക്ക് എൻ്റയർ നമ്മൾ ചുറ്റുള്ള സാധനങ്ങൾ ക്ലാസ് ചെയ്യാം. ബയോട്ടിക് ആൻഡ് അബയോട്ടിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബയോട്ടിക്കിൽ ജീവനുള്ള എല്ലാതും, അബയോട്ടിക്കിൽ ജീവനില്ലാത്തതും. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ലൈഫ് ഉള്ളതും ലൈഫ് ഇല്ലാത്തതും എന്നുള്ളൊരു ആ ഒരു കാറ്റഗറൈസേഷനില്ലേ, അത് എങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മളെ ചുറ്റും മറ്റൊരു ഹ്യൂമൻ ബീങ്ങോ അല്ലെങ്കിൽ മറ്റൊരു അനിമൽ, ഡോഗ് ആയിക്കോട്ടെ, ക്യാറ്റ് ആയിക്കോട്ടെ, അത് നടന്നു പോവുകയോ ഓടുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്കത് അറിയാതെ കണ്ടാൽ തന്നെ നമുക്കറിയാം ലൈഫ് ഉണ്ട് എന്നുള്ളത്. എങ്ങനെ നമുക്കത് ലൈഫ് ഉണ്ട് മനസ്സിലാവണം? കാരണം അത് ഓടുന്നുണ്ട്, മൂവ് ചെയ്യണമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യണത്. ഇനി അത് ഉറങ്ങുകയാണെങ്കിലും നമുക്ക് അറിയാലോ അവർക്ക് ജീവൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരു അനിമലിനെ കാണുന്നത് ജീവൻ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവർ ബ്രീത്ത് ചെയ്യണത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും, മൂക്കിനോട് പോയി വിരൽ വെച്ച് നോക്കും, ബ്രീത്ത് ചെയ്യണില്ലേ, അയ്യോ മരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ആർത്ത് കരയുന്നത്. ഇനി ബ്രീത്തിങ് അപ്പോൾ ലൈഫ് പ്രോസസിൻ്റെ ഭാഗമാണ്, നമുക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാത്ത, ബ്രീത്തിങ് ചെയ്യുന്നത് കാണാത്ത ചില ഓർഗാനിസങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരിക്കലും അവർ ബ്രീത്ത് ചെയ്യണത് അങ്ങനെ മനസ്സിലാവുന്നില്ല. അവർ ബ്രീത്ത് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ പെട്ടെന്ന്. അതെങ്ങനെ അവർക്ക് ജീവനുണ്ടോ ഇല്ലേ മനസ്സിലാവും? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എങ്ങനെ പ്ലാന്റ്സിന് ജീവനുണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാവുക? ചിലപ്പോൾ അതിന് പച്ച കളർ, അതിൻ്റെ ലീവ്സൊക്കെ നല്ല കളറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിന് ലൈഫ് ഉണ്ട്. അതല്ല അത് ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണെങ്കിലോ നമുക്ക് മനസ്സിലാക്കാതെ ആൾമോസ്റ്റ് ഡെഡ് കണ്ടീഷനിൽ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംശയം, എല്ലാ പ്ലാന്റ്സിനും ഗ്രീൻ കളർ ലീഫാണുള്ളത്? അല്ലല്ലോ. എത്രയോ ചെടികളില്ലേ, കലാത്തിയ പോലത്തെ ചെടികൾ, അല്ലെങ്കിൽ നമ്മൾ അഗ്ലോണിമ പോലത്തെ ചെടികൾ, സിങ്കോണിയം പോലത്തെ ചെടികളൊക്കെ, ഇവർക്കൊക്കെ എന്താ പറയുക, ഗ്രീൻ കളർ മാത്രം ലീഫുള്ളത്, വൈറ്റ് കളർ ലീഫുള്ളവരുണ്ട് അല്ലേ, അതുപോലെ റെഡ് കളർ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്കുകളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് വരുമ്പോൾ നമ്മളിങ്ങനെ ഓവർകം ചെയ്ത് പോയിട്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ ലീഫ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് അതിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ മതി. അത് ഗ്രോ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഗ്രോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനേ ലൈഫ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഗ്രോത്ത് ഒരു ലൈഫ് പ്രോസസിൻ്റെ ഭാഗമാണ് അല്ലേ. ഓക്കെ, പക്ഷെ ചില ഓർഗാനിസങ്ങളുടെ കേസിൽ ഗ്രോത്തും നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി ഗ്രോത്ത് പറയുമ്പോൾ തന്നെ രണ്ട് തരം ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഗ്രോത്ത് രണ്ട് തരം ഗ്രോത്ത് അല്ല, രണ്ട് തരം മൂവ്മെൻറ്റുകളുണ്ട്. മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ഗ്രോത്തും മൂവ്മെൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഗ്രോത്തും. അതായത് ഇപ്പോൾ നമ്മളുടെ ഗ്രേപ്പിൻ്റെ ഒക്കെ ട്വൈനില്ല, വള്ളികളില്ലേ, ടെൻഡ്രിൽ എന്ന് വിളിക്കണേ. ഈ ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു തൽക്കാലം നമ്മൾ ചിന്തിക്കുക, ഒരു ക്ലൈംബിങ് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോയിട്ട് ആ ടെൻഡറിൽ അതിൻ്റെ ചുറ്റും വൈൻഡ് ചെയ്യും അല്ലേ, അതല്ലേ ചെയ്യാറുള്ളത്, അതിൻ്റെ യൂസ്. അവിടെ നിങ്ങൾക്കറിയാം, അവിടെ അതിനൊരു ഗ്രോത്തും വരുന്നുണ്ട്, ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്.
എന്നാൽ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ മിമോസ പ്ലാന്റ്സ് ഇല്ലേ, ടച്ച് മീ നോട്ട് പ്ലാന്റ്സ്, തൊട്ടാവാടി എന്ന് പറയണേ, അതിൻ്റെ ലീഫ് നമ്മൾ കൈകൊണ്ട് പോയി ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക, അതങ്ങ് ഡ്രോപ്പ് ചെയ്യില്ല, എല്ലാ ലീഫും കൂടി താഴ്ത്തേക്ക് കൊണ്ട് പോകും. അവിടെ ഗ്രോത്ത് ഒന്നുമില്ല, മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ 2 തരം മൂവ്മെന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ചാപ്റ്ററിലല്ല, നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എനിവേ നമുക്ക് മൂവ്മെന്റുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ലൈഫിന്റെ കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ചിലപ്പോൾ മൂവ്മെന്റ് ഒന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല. ചില ഓർഗാനിസങ്ങൾക്ക് മൂവ്മെന്റ് ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് വിസിബിൾ ആവണമെന്നില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർക്ക് ചെറിയ ചെറിയ മോളിക്കുലാർ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ മേത്തില്ലേ പല കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ബോഡിയുടെ ഉള്ളിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലഡിൽ പല കെമിക്കൽസ് ഉണ്ടാവും, അതൊക്കെ മൂവ് ചെയ്യേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ആ മോളിക്കുലർ മൂവ്മെന്റ് നമുക്ക് വിസിബിൾ അല്ല, എന്നാലും അത് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൈഫിൻ്റെ കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ലൈഫുള്ള ഒരു ഓർഗാനിസം ആണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അവിടെ ശരിക്കും ഒരു കോൺട്രവേഴ്സി ഉള്ളത് എന്താണെന്നറിയോ? ഇപ്പം എല്ലാവർക്കും അറിയാം കൊറോണ വൈറസ് അല്ലേ. ഈ വൈറസിൻ്റെ കേസിൽ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. വൈറസ് എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ നല്ല ഹോസ്റ്റിൻ്റെ, അതിനാരെ മേലെയാണ് ആക്ട് ചെയ്യേണ്ടത്, അയാളുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ജീവനില്ല, അതൊന്നും ചെയ്യില്ല. ലൈഫിൻ്റെ യാതൊരു ട്രേസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി പോലും അത് കാണിക്കില്ല. ഓക്കെ. പക്ഷേ ഇപ്പം കൊറോണയ്ക്ക് ആണെങ്കിൽ നമ്മളെ മേത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പം അത് അതിൻ്റെ മോളിക്കുലർ മൂവ്മെൻറ്റോ കാണിക്കാൻ തുടങ്ങും, അത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, അത് പുതിയ വൈറസുകളെ ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഹോസ്റ്റിൻ്റെ മേലെ മാത്രമാണ് അതിന് ആ പ്രോസസ് കാണിക്കാൻ വേണ്ടത്. അപ്പോൾ വൈറസസ് ആർ ട്രൂലി ലിവിങ് ഓർ നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഭയങ്കര വലിയ കോൺട്രവേഴ്സിയാണ്. തൽക്കാലം നമുക്ക് അതിക്കൊന്നും പോയാൽ നമ്മൾ പെട്ടെന്ന് ആൻസറിൽ എത്തില്ല. ഓക്കെ. അപ്പോൾ മോളിക്കുലർ മൂവ്മെൻറ്റ്സ് നമ്മളെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമാണോ? തീർച്ചയായിട്ടും ആവശ്യമാണ് അല്ലേ. നമുക്ക് ഉറപ്പായിട്ട് മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ കഴിയില്ല. നമുക്ക് മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കേസാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് നമ്മളെല്ലാ സെല്ലുകളിലേക്കൊക്കെ എത്തേണ്ട ഗ്ലൂക്കോസൊക്കെ, അപ്പോൾ അത് വലിയൊരു ആവശ്യം തന്നെയാണ്. ലാസ്റ്റ് പാരഗ്രാഫ് മാത്രം നമുക്ക് നോക്കാം. Why are molecular movements needed for life? We have seen in earlier classes that living organisms are well-organized structures. They can have tissues have cells have smaller components in them, and so on. Because of the effect of the environment, this organized, ordered nature of living structures is very likely to keep breaking down over time. ഈ സ്ട്രക്ചർ പറഞ്ഞില്ല, അത് നമ്മളൊക്കെ മേത്ത് പറയുകയാണെങ്കിൽ ശരിക്കും ഓർഗൻ സിസ്റ്റം എന്ന് പറയണം. ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്, അതെന്ത് ഉപയോഗിച്ചുണ്ടാക്കിയ ഓർഗൻസ് എന്ത് ഉപയോഗിച്ചുണ്ടാക്കിയതാ? ടിഷ്യൂ കൂടി ചേർത്ത്. ടിഷ്യൂ എന്ത് ഉപയോഗിച്ചുണ്ടാക്കിയതാ? സെല്ല് ഉപയോഗിച്ചിട്ട്. സെല്ലിൻ്റെ ഉള്ളിൽ എന്താണ്? കുറേ കമ്പോണൻറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ഒരുപാട് കമ്പോണൻറ്റുകളൊക്കെ ഇങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട്, കാലം മുന്നിലേക്ക് പോകുന്തോറും അതിന് പലതരത്തിലുള്ള ഡാമേജുകളും റീഅറേഞ്ച്മെൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി പോകാനുള്ള കേസൊക്കെ ഉണ്ട്. ഇഫ് ഓർഡർ ബ്രേക്സ് ഡൗൺ, അതായത് ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ ദ ഓർഗാനിസം വിൽ നോ ലോങ്ങർ ബി അലൈവ്. അപ്പോൾ അതിന് ജീവനോടെ ഇരിക്കാൻ പറ്റില്ല, ഡെഡായി പോകും. സോ ലിവിങ് ക്രിയേച്ചേഴ്സ് മസ്റ്റ് കീപ് റിപ്പയറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സ്ട്രക്ചേഴ്സ്. അവരെന്ത് ചെയ്താണ്? അവരുടെ ബോഡികൾ റിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെയൊക്കെ ബോഡികൾ അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ചിലപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറികളൊക്കെ ഉണ്ടായിരിക്കും, ചെറുത്, അതൊക്കെ അപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. Since all these structures are made up of molecules, they must move molecules around all the time. കാരണം ഈ പറഞ്ഞ എല്ലാ നമ്മൾ പറഞ്ഞ ഈ ഓർഡറിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടാണ്? മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ്, കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് റിപ്പയർ ആണെങ്കിൽ ഉറപ്പായിട്ട് കെമിക്കൽസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരില്ലേ. അപ്പോൾ പിന്നെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ട് മാത്രമാണ്. നമ്മൾ ലൈഫ് പ്രോസസ് എന്ന ടോപ്പിക്ക് പോകണേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. വാട്ട് ആർ ലൈഫ് പ്രോസസ്? അപ്പോൾ നമ്മൾ ലൈഫ് പ്രോസസ് എന്നുള്ള ടോപ്പിക്ക് ബ്രോഡായിട്ട് കാണാൻ പോകട്ടോ. അതിൽ കുറേ കാറ്റഗറികളൊക്കെ ഉണ്ടാവും. ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് അപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം. ദ മെയിൻ്റനൻസ് functions of living organisms must go on even when they are not doing anything particular. ഇത് നിങ്ങളോട് എനിക്ക് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട്, നിങ്ങൾ ഡയറ്റ് ചെയ്യേണ്ട നിൽക്കാറില്ല, നിങ്ങളുടെ പാരൻസ് ഒക്കെ ഡയറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയേണ്ടിയിരിക്കും. നിങ്ങൾ ഒരു ദിവസം ഒരു പണിയും ചെയ്യാതെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. വെറുതെ ഉറങ്ങുക, ഒന്നും ചെയ്യില്ല, ജസ്റ്റ് വെറുതെ അങ്ങനെ കിടക്കുക, കട്ടിൽ ബെഡിൽ അങ്ങനെ കിടക്കുക. ഇങ്ങനെ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ സ്ലീപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് എനർജീൻ്റെ ആവശ്യമുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഹാർട്ട് ബീറ്റ് ചെയ്യണം, വേണ്ടേ? ബ്ലഡ് സർക്കുലേഷൻ നടക്കണം, ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാ ഓർഗൻസും, ഉദാഹരണത്തിന് കിഡ്നി, അതിന് ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്യണം, ലിവർ വർക്ക് ചെയ്യണം, അല്ലേ? ഇതൊക്കെ വർക്ക് ചെയ്യണം, എല്ലാ ഓർഗൻസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങിയാലും നമ്മൾ വെറുതെ കിടക്കുകയാണെങ്കിൽ റെസ്റ്റ് എടുത്താലൊക്കെ ഇതെല്ലാതും വർക്ക് ചെയ്യാണ്. സോ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട ആവശ്യം ഈ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിന് എന്ത് വേണ്ടി വരും? എനർജി വേണ്ടി വരും. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ഇതൊക്കെ നടക്കുകയായതുകൊണ്ട് എനർജി എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യം. മിനിമം എനർജി എപ്പോഴും നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ,
This maintenance job has to go on. The process which together perform these maintenance jobs are life process. അപ്പോൾ ലൈഫ് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡെഫിനേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നിന്ന് എന്താണ് the maintenance function of living organisms must go on even when they are not doing anything particular. Even when we are just sitting in class, even if you are just asleep, this maintenance job has to go on. The process which together perform these maintenance jobs are life process. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു. നമ്മൾ പരീക്ഷയ്ക്ക് ഇതുപോലെ എഴുതണമെന്നില്ല, എക്സാമിന് ഇതുപോലെ എഴുതണമെന്നില്ല. നമ്മൾ എന്താ എഴുതേണ്ടത്? The process which together perform the maintenance jobs ഇങ്ങോട്ട് വരിക of living organisms which should be even continued when they are not doing anything in particular are called as life process. നോട്ട്സ് ഉണ്ട് കേട്ടോ. നോട്ട്സ് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുക. ഇനി നോട്ട്സ് സെപ്പറേറ്റ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പോൾ ലെക്ചർ നോട്ട് ചെയ്ത് അപ്പോൾ പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സിൻസ് ദീസ് മെയിൻ്റനൻസ് പ്രോസസ് ആർ നീഡഡ് ടു പ്രിവെൻറ്റ് ഡാമേജ് ആൻഡ് ബ്രേക്ക്. നമ്മൾ പറഞ്ഞു ഈ പ്രോസസ്സ് അത്യാവശ്യമാണ്. കാരണം ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിസം പിന്നീട് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. Since these maintenance processes are needed to prevent damage and breakdown, energy is needed for them. ഉറപ്പല്ലേ? മുമ്പ് പറഞ്ഞ പോലെ എന്ത് വേണം? എനർജി വേണം. This energy comes from outside the body of individual organism. നമുക്ക് സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കാനോ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനുള്ള കഴിവില്ല. നമ്മൾക്കതിന് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പറ്റും. നമ്മളെ കേസിൽ കേട്ടോ, ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും അതിന് സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കാൻ പറ്റുമോ? ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എനർജി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെയൊക്കെ പ്രൈം സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? സണ്ണാണ്. സണ്ണിൽ നിന്ന് എനർജി ഉപയോഗിച്ചിട്ടാണ് എർത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എനർജി ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ നിന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾക്ക് എനർജി നമ്മുടെ ബോഡിയിൽ ഇല്ല. അതാണ് പറയുന്നത് എനർജി ഔട്ട്സൈഡിൽ നിന്നാണ് വരുന്നത്. സോ ദർ മസ്റ്റ് ബി എ പ്രോസസ് ടു ട്രാൻസ്ഫർ എ സോഴ്സ് ഓഫ് എനർജി ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം വിച്ച് വി കാൾ ഫുഡ്. അല്ലേ? അതായത് നമ്മളെ പുറത്തുനിന്ന് നമുക്ക് എനർജി നമുക്ക് കിട്ടണം. അപ്പോൾ അതിനൊരു പ്രോസസ്സ് വേണം. അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുക? ഫുഡ് വഴിയാണ് എത്തുക. ടു ദ ഇൻസൈഡ് എ പ്രോസസ് വി കോമൺലി കാൾ ന്യൂട്രീഷൻ. അപ്പോൾ ഈ ഫുഡിലാണ് എനർജി വരാനുള്ളത്. എനർജി പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരാനുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ ഫുഡിനെ ഇൻടേക്ക് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണത് ന്യൂട്രീഷൻ. If the body size of organism is to grow, additional raw materials will also be needed from outside. Since life on Earth depend on carbon-based molecules, most of these food sources are also carbon-based. ഫുഡിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുക എന്നുള്ളത് മാത്രമല്ല ആവശ്യം, നമുക്ക് അഡീഷണൽ ആയിട്ട് ചില മോളിക്യൂൾസ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. കാരണം നമ്മളെ ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് കോമ്പൗണ്ടാണ്? ശരിക്കും കാർബണിൻ്റെ പലതരം കോമ്പൗണ്ടുകളാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. എന്തായാലും അതിൻ്റെ പല ഫോംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിലും തന്നെ എന്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക? കാർബൺ കോമ്പൗണ്ട്സിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതാണ് പറഞ്ഞത്. സിൻസ് ലൈഫ് ഓൺ എർത്ത് ഡിപ്പെൻഡ് ഓൺ കാർബൺ ബേസ്ഡ് മോളിക്യൂൾ, മോസ്റ്റ് ഓഫ് ദീസ് ഫുഡ് സോഴ്സസ് ആർ ആൾസോ കാർബൺ ബേസ്ഡ്. ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദീസ് കാർബൺ സോഴ്സസ്, ഡിഫറെൻറ്റ് ഓർഗാനിസം ക്യാൻ ദെൻ യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂട്രീഷണൽ പ്രോസസ്. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. പലതരം ന്യൂട്രീഷണൽ പ്രോസസ്സുകളുണ്ട്. അത് എന്തിൻ്റെ ബേസിലാണ് പറയുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദീസ് കാർബൺ സോഴ്സസ്, ഡിഫറെൻറ്റ് ഓർഗാനിസം ക്യാൻ ദെൻ യൂസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ന്യൂട്രീഷണൽ പ്രോസസ്. എന്താണ് അതിൻ്റെ മെൻഷൻ ചെയ്യുന്നത്? എത്രത്തോളം ആ കാർബൺ നമുക്ക് വേണ്ട, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡായിട്ട് അത് എത്രത്തോളം കോംപ്ലക്സിറ്റി ഉള്ളതാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ന്യൂട്രീഷണൽ പ്രോസസ്സ് ചൂസ് ചെയ്യുക. പലതരം ന്യൂട്രീഷൻ പ്രോസസ്സുകളുണ്ട്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അതിന് ഏത് തരത്തിലുള്ള കാർബൺ കോമ്പൗണ്ട്സ് ആണ്, എത്ര കോംപ്ലക്സിറ്റി ഉള്ളതാണ് വേണ്ടതനുസരിച്ചിട്ട് അതിന് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദ ഔട്ട്സൈഡ് സോഴ്സ് ഓഫ് എനർജി കുഡ് ബി ക്വൈറ്റ് വേരിഡ്. പല സോഴ്സുകളിൽ നിന്നായിരിക്കും ഈ ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. സിൻസ് ദ എൻവയോൺമെന്റ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഇൻഡിവിജ്വൽ ഓർഗാനിസം, ദീസ് സോഴ്സ് ഓഫ് എനർജി therefore need to be broken down or built up in the body and must be finally converted to a uniform source of energy that can be used for the various molecular movements needed for maintaining living structures as well as to the kind of molecules the body needs to grow. എന്താ പറയുന്നത്? നമ്മൾ പല സോഴ്സിനാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പല സെല്ലുകൾക്ക് ചില മോളിക്കുലർ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഈ പലതരം ഫുഡ് കഴിച്ചാൽ അത് പല ഓർഗണിക്കും പല സെല്ലിക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു ഫുഡിനെ ആസ് സച്ച് അല്ല വേണ്ട, അതിലുള്ള കെമിക്കൽസും അതിലുള്ള മോളിക്യൂൾസും ഒക്കെ വേണ്ടി വരിക. അപ്പോൾ നമ്മൾ കഴിച്ചുള്ള ഫുഡ് തന്നെ വലിയ മോളിക്യൂൾസാണ്, മാക്രോ മോളിക്യൂൾസാണ്. അത് നമ്മൾ മൈക്രോ മോളിക്യൂൾസ്, ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റണം. അപ്പോൾ ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. ഫോർ ദിസ് എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദ ബോഡി ആർ നെസസറി. ഓക്സിഡൈസിങ്, റെഡ്യൂസിങ് റിയാക്ഷൻ, നമ്മൾ റിഡോക്സ് റിയാക്ഷൻ പറഞ്ഞില്ല, അതന്നെ
ആർ സം ഓഫ് ദ മോസ്റ്റ് കോമൺ കെമിക്കൽ മീൻസ് ടു ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. നമ്മൾ ഇങ്ങനെ ഇൻടേക്ക് ചെയ്തിട്ടുള്ള ആ ഫുഡ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, റിഡോക്സ് റിയേഷൻ വഴി ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഫോർ ദിസ് മെനി ഓർഗാനിസം യൂസ് ഓക്സിജൻ സോഴ്സ്ഡ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി. ഇതിന് സാധാരണ എല്ലാവരും അല്ല, സാധാരണ അധിക ഓർഗാനിസങ്ങളും ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. The process of acquiring oxygen from outside the body and to use it in the process of breakdown of food sources for cellular need is what we call respiration. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ രണ്ടാമത്തെ ലൈഫ് പ്രോസസ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞു, രണ്ടാമത്തെ പാരഗ്രാഫിൽ ന്യൂട്രീഷനെ പറ്റി പറഞ്ഞു, മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇപ്പോൾ പറഞ്ഞത് റെസ്പിറേഷൻ ആണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു തെറ്റായ കൺസെപ്റ്റ് ഉണ്ടാവും, റെസ്പിറേഷൻ ആണ് ബ്രീത്ത് ചെയ്യുന്നത് മാത്രമാണ്. ഇതൊന്ന് വായിച്ചു നോക്ക്. ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ഓക്സിജൻ ബ്രീത്തിങ് ആണ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ടു യൂസ് ഇറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ. ആ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും എന്തിന്റെ ഭാഗം തന്നെയാണ്, റെസ്പിറേഷന്റെ ഭാഗമാണ്. അപ്പോൾ രണ്ട് ഡെഫിനേഷൻ ആയിട്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായി, വാട്ട് ഡു യു മീൻ ബൈ ലൈഫ് പ്രോസസ് പഠിച്ചു കഴിഞ്ഞു, വാട്ട് ഡു യു മീൻ ബൈ ന്യൂട്രീഷൻ കഴിഞ്ഞു, വാട്ട് ഡു യു മീൻ ബൈ റെസ്പിറേഷൻ, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നോക്കാം. ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം നോ സ്പെസിഫിക് ഓർഗൻസ് ഫോർ ടേക്കിംഗ് ഇൻ ഫുഡ്. ഇപ്പോൾ അമീബേന്റെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാം, അമീബേന്റെ കേസിൽ അമീബ എന്ന് പറയുന്നത് ഒരൊറ്റ സെല്ലുലാർ ഓർഗാനിസം ആണ്. വി കോൾ ദം ആസ് യൂണി സെല്ലുലാർ ഓർഗാനിസം, അല്ലെ, ഒരു സെല്ലുലാർ ഓർഗാനിസം. നമ്മളൊക്കെ എന്താണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഒന്നിലധികം സെല്ലുലാർ ഓർഗാനിസം ആണ്. ഒന്നിലധികം എന്നല്ല, നമ്മൾക്ക് ഒരുപാടുണ്ട്, അല്ലെ. അപ്പോൾ എന്തായാലും അമീബേന്റെ പോലത്തെ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിന് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഓർഗനുകളൊന്നുമില്ല. No specific organs for taking food. Exchange of gases or removal of waste may be needed because the entire surface of the organism is in contact with the environment. അവരുടെ കേസിൽ അവർക്ക് ബെനിഫിറ്റ് എന്താ അറിയോ, അവർക്ക് നേരെ ഡിഫ്യൂഷൻ ചെയ്താൽ മതി. കാരണം എന്താ, ഒറ്റ സെല്ലേ ഉള്ളൂ, അതിൻ്റെ എല്ലാ ഭാഗവും എക്സ്പോസ്ഡ് ലെയറിൽ എക്സ്പോസ്ഡ് അല്ലേ സറൗണ്ടിങ്ങിലേക്ക്. അപ്പോൾ അവർക്ക് നേരെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നേരെ സറൗണ്ടിങ്ങിലേക്ക് അതിനെ ഡിഫ്യൂസ് ചെയ്ത് കളയുക. എന്തെങ്കിലും ഇൻടേക്ക് ആണെങ്കിൽ സറൗണ്ടിങ്സ് നിങ്ങളുടെ ഡിഫ്യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്യാസുകളൊക്കെ ആണെങ്കിൽ നേരെ ഡിഫ്യൂസ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക, ഗേഷ്യസ് വേസ്റ്റ് ആണെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് കളയുക. ഇനി ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബട്ട് വാട്ട് ഹാപ്പൻ വെൻ ദ ബോഡി സൈസ് ഓഫ് ദ ഓർഗാനിസം ഇൻക്രീസസ് ആൻഡ് ദ ബോഡി ഡിസൈൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. നമ്മളുടെ കേസിലുള്ള പോലെ ബോഡി കോംപ്ലക്സിറ്റി കൂടിയാൽ എന്താ ചെയ്യുക, ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഓൾ ദ സെൽ മേ നോട്ട് ബി ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ സറൗണ്ടിങ് environment. Thus, simple diffusion will not meet the requirements of all the cell. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ പ്രോസസ് പോരാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങൾക്ക് അവരുടെ ലൈഫ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയും, സിമ്പിൾ ഡിഫ്യൂഷൻ ഈസ് നോട്ട് സഫിഷ്യന്റ് ടു മീറ്റ് ഓൾ ദ ലൈഫ് പ്രോസസ് ഫോർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഡു യു അഗ്രി വിത്ത് ദിസ്? എക്സ്പ്ലെയിൻ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇതാണ്, ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഓൾ സെൽ മേ നോട്ട് ബി ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ സറൗണ്ടിങ് എൻവയോൺമെന്റ്. എല്ലാ സെല്ലുകളും സറൗണ്ടിങ് എൻവയോൺമെന്റുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് അല്ല ഉള്ളത്, അതുകൊണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ അവിടെ പറ്റൂല. ഇനി തിരിച്ചും ചോദിക്കാം, സിമ്പിൾ ഡിഫ്യൂഷൻ ഈസ് ഇനഫ് ആൻഡ് മോർ ഫോർ യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് അമീബ. ഡു യു അഗ്രി വിത്ത് ദിസ്? ജസ്റ്റിഫൈ. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, ഇൻ ദ കേസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് അമീബ ദാറ്റ് സെൽ ഈസ് എക്സ്പോസ്ഡ് ടു ദ എൻവയോൺമെന്റ്. Therefore, simple process like diffusion is enough for maintaining the life process. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, വി ഹാവ് സീൻ പ്രീവിയസ്ലി ഹൗ ഇൻ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം വേരിയസ് ബോഡി പാർട്സ് ഹാവ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ they perform. We are familiar with the idea of these specialized tissue and with their organizations in the body of the organism. It is therefore not surprising that the uptake of food and of oxygen will also be the function of specialized tissues. However, this poses a problem since the food and oxygen are now taken up at one place in the body of the organism while all parts of the body need them. This situation creates a need for a transportation system for carrying food and oxygen from one place to another in the body. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ആണ്, നമുക്ക് ഓരോ ആവശ്യത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ഓർഗനുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഫുഡ് ച്യൂ ചെയ്ത് മൗത്തിൽ വെച്ചിട്ട് അങ്ങനെ അത് സ്റ്റൊമക്കിൽ എത്തിയെന്ന് വിചാരിക്കാം. ഈ സ്റ്റൊമക്കിൽ നിന്ന് പോകുന്നത് ഇൻറ്റസ്റ്റൈനിക്കാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇവിടെ അത് എത്തിയതുകൊണ്ട് മാത്രം കാര്യം, നമ്മളെ ബോഡിയിലുള്ള എല്ലാ സെല്ലുകൾക്കും ഈ ഫുഡിൽ നിന്ന് ആ മോളിക്യൂൾസും ന്യൂട്രിയൻസും എനർജി ഒക്കെ വേണം, അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ആവശ്യം, ഒരു എന്താ പറയുക, പ്രത്യേക നീഡ് വരികയാണ്. സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിലുള്ള ഈ ന്യൂട്രിയൻസിനെ, ഈ ഫുഡ് കോമ്പൗണ്ട്സിനെ, ഈ മോളിക്യൂൾസിനെ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തണം, അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള പ്രോസസ്സ് അടുത്തതായിട്ട് വരികയാണ്.
When a chemical reaction uses the carbon source and the oxygen for energy generation, they create byproducts that are not only useless for the cells of the body but could even be harmful. These waste byproducts are therefore needed to be removed from the body and discarded outside by a process called excretion. Again, if the basic rule for body design in multicellular organisms are followed, a specialized tissue for excretion will be developed, which means that transportation system will need to transport waste away from cell to this excretory tissue. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതായത് നമ്മളുടെ കേസിൽ നമ്മൾ പറഞ്ഞു കാർബൺ സോഴ്സ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അതിന് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാവുള്ളൂ. മറ്റ് പ്രൊഡക്റ്റ് ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് ചിലപ്പോൾ ഡേഞ്ചറസ് ആവാം, ഹാംഫുൾ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ ഇങ്ങനെയുള്ള ഹാംഫുൾ പ്രൊഡക്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ആൻഡ് മൾട്ടി സെൽ ഓർഗാനിസങ്ങളുടെ കേസിൽ നമുക്കറിയാം, ഇവരുടെ ഒരു ബോഡി കോംപ്ലക്സിറ്റി വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനൊരു ഓർഗൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് കുറച്ച് ഓർഗൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേസ്റ്റ് കളയണം, എക്സ്ക്രീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു ഓർഗൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ലേ, അവരെന്ത് ചെയ്യേണ്ടി വരും? ഈ വേസ്റ്റിനൊക്കെ കളക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് കൊടുക്കണം? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ കൊണ്ട് കൊടുക്കണം. ആ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് പിന്നെ നോക്കി ചെക്ക് ചെയ്ത് വേസ്റ്റിനൊക്കെ കളയുക. വല്ലതും റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ന് റീഅബ്സോർബ് ഒക്കെ ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്തൊക്കെ പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്? ന്യൂട്രീഷൻ പറഞ്ഞു, ദെൻ റെസ്പിറേഷൻ പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞത്? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞതാണ് എക്സ്ക്രീഷനും പറഞ്ഞില്ലേ, 4 നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ പറ്റൂല, ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ടുള്ള പ്രോസസ്സ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിന് ശേഷം പറഞ്ഞത് എന്താണ്? നമ്മൾ എക്സ്ക്രീഷനുള്ള പ്രത്യേക സിസ്റ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകും. 1 by 1 ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓർഗൺ ഏതാണ്, അതിലെന്തൊക്കെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്, എന്താ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണും. പിന്നെ നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്, 4 ക്വസ്റ്റ്യനുകളാണ്. 4 ക്വസ്റ്റ്യനിൽ ഒന്നാമത് നോക്കുക, വൈ ഈസ് ഡിഫ്യൂഷൻ ഇൻസഫിഷ്യൻറ്റ്. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യൂല കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ എഴുതി വയ്ക്കാം. രണ്ടാമത്, വാട്ട് ക്രൈറ്റീരിയ ഡു വി യൂസ് ടു ഡിസൈഡ് വെദർ സംതിങ് ഈസ് അലൈവ്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഒരു ഓർഗാനിസം അതിന് ജീവൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. വാട്ട് ആർ ഔട്ട്സൈഡ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബൈ ആൻ ഓർഗാനിസം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വാട്ട് ആർ ദ ഔട്ട്സൈഡ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ ആൻ ഓർഗാനിസം. എന്തൊക്കെയാണ് ഔട്ട്സൈഡ് റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഫുഡിന് എന്താ വേണ്ടത്, റെസ്പിറേഷൻ എന്താ വേണ്ടതൊക്കെ, അതൊക്കെ പറയാം. വാട്ട് പ്രോസസ് വുഡ് യു കൺസിഡർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിൻ ലൈഫ്. അപ്പോൾ ചോദിക്കണം എന്താ പറയുക, ലൈഫ് പ്രോസസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു 2 സെന്റൻസ് വെച്ച് നിങ്ങൾ പറയാം. ഒക്കെ കൂടി എഴുതി വെക്കരുത് കേട്ടോ, 2 പേജ് 3 പേജ് ഒന്നും വേണ്ട. ജസ്റ്റ് ഓരോ ലൈഫ് പ്രോസസ്സും എന്താണ്, അതുകൊണ്ട് എന്താണ് നമ്മളെ ആവശ്യം എന്താണെന്നുള്ളത് ഒരു 2 സെന്റൻസിലായിട്ട് എഴുതുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. ആ മൊബൈലിലൂടെ ആണെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചയച്ചു തരും കേട്ടോ. അപ്പോൾ മാർക്കൊക്കെ അതിൻ്റെ ശേഷം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് നടക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ ഇനി അതും കൂടി ഒരു ബേർഡൻ ആവണ്ട. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഹോംവർക്ക് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് അറിയിക്കുക. അത്ര നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മൊബൈൽ കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ നെറ്റ് തീർന്നു. ഇപ്പോൾ സ്കൂളിലൊക്കെ ലൈവ് സ്ട്രീമിംഗ് അല്ലേ, നമ്മളത് ചെയ്യാത്തതിൻ്റെ എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് ഒരുപാട് നെറ്റ് അറ്റ് എ ടൈം കൺസ്യൂം ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ സ്ട്രീം ചെയ്തെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞ കൺവീനിയൻസിൻ്റെ കാര്യം കൂടി നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് മെച്ചം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ ബയോളജി ഇപ്പോൾ ഈ രീതിയിൽ എടുക്കുന്നത് മനസ്സിലാവുണ്ടെങ്കിലും മനസ്സിലാവണില്ലെങ്കിലും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് കാണാനുള്ളത്. ഓരോ ദിവസം നമ്മൾ ഓരോ ലൈഫ് പ്രോസസ്സറെ കാണുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.